ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ എൻജിനീയറിംഗ് ഫിസിക്സ് എന്നുള്ള സബ്ജക്റ്റിൽ നമ്മൾ അപ്ലൈഡ് ഒപ്റ്റിക്സ് എന്നുള്ള മോഡ്യൂളായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അത് നമ്മൾ ഇതുവരെ ലേസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഫോട്ടോണിക്സിനകത്ത് LED, സോളാർ സെൽ എന്നീ ടോപ്പിക്കുകളാണ് നമ്മൾ ഇതുവരെ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫൈബർ ഒപ്റ്റിക്സ് ആണ്. ഓക്കെ, ഫൈബർ ഒപ്റ്റിക്സ്. അപ്പോൾ എന്താണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിലിണ്ട്രിക്കൽ വേവ് ഗൈഡ്സ് യൂസ്ഡ് ടു ഗൈഡ് ലൈറ്റ് ബീംസ് ഓവർ ലോങ് ഡിസ്റ്റൻസസ് ഇൻ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, നമ്മുടെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ലൈറ്റ് ബീംസിനെ ഇന്ന് ലോങ് ഡിസ്റ്റൻസ് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്, അതായത് നമുക്ക് ഇങ്ങനെ ഒരു കേബിൾ ഉണ്ടാവും. ഈ കേബിളിനകത്തുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലൈറ്റ് വേവ്സിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിലിണ്ട്രിക്കൽ വേവ് ഗൈഡാണ് എന്ന് പറയുന്നത് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എവിടെയാണ്, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ആൻഡ് നമുക്കിവിടെ കാണാം, ഇതിൽ രണ്ട് ഭാഗമാണ് ഉള്ളത്. എന്താണ്, ഓപ്റ്റിക്കൽ ഫൈബറിൽ രണ്ട് കോൺസെൻട്രിക് സിലിണ്ടേഴ്സ് ഉണ്ടാവും. ഒന്ന് ഔട്ടർ സിലിണ്ടർ എന്ന് പറയുന്നതിനെ നമ്മൾ ക്ലാഡിംഗ് എന്ന് വിളിക്കും. ഇന്നർ സിലിണ്ടർ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് കോർ. ഓക്കെ, അപ്പോൾ ഇന്നർ സിലിണ്ടർ കോൾഡ് കോർ. അതിനെ സറൗണ്ട് ചെയ്തിട്ടാണ് ഈ ഔട്ടർ സിലിണ്ടർ ഉള്ളത്. എന്തുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ക്ലാഡിങ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാവും, ഇവിടെ N1 എന്ന് കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ആണ്. ആൻഡ് N2 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് ആണ്. സോ ഇവിടെ N1 എന്ന് പറഞ്ഞാൽ 1.7, N2 1.5 ആണ് അല്ലേ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ജനറലായിട്ട് നമുക്ക് എങ്ങനെ പറയാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഈസ് ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് എന്ന് പറയാം. ഓക്കെ, ഇനി ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് റിഫ്ലക്ഷൻസ് ടു ഗൈഡ് ലൈറ്റ് ത്രൂ എ ചാനൽ. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ വരും. അതെന്ന് പറയുന്നത് എന്താണ്, അത് റിഫ്ലക്റ്റ് ചെയ്ത് അതിനെ ഈ ഒരു നമ്മുടെ ഫൈബറിനകത്തുകൂടി തന്നെ ഗൈഡ് ചെയ്ത് നമുക്ക് എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ വരെ നമുക്ക് എത്തിക്കാൻ പറ്റും. സോ ഒപ്റ്റിക്കൽ ഫൈബർ യൂസസ് എന്താണ്, റിഫ്ലക്ഷൻസ് ടു ഗൈഡ് ലൈറ്റ് ത്രൂ എ ചാനൽ. ഇനി നമ്മുടെ ഗൈഡ് കോറിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് വരുന്നതാണെന്ന് പറഞ്ഞാൽ കോർ, അകത്ത് വരുന്ന കോറും പുറത്ത് വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ക്ലാഡിംഗ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഈ കോർ എന്ന് പറയുന്നത് ഈസ് യൂസ്ഡ് ഫോർ ഗൈഡിങ് ദ ലൈറ്റ് ബീമിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണെന്ന് കോറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ക്ലാഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ആക്ട്സ് എസ് എ റിഫ്ലക്റ്റർ. അപ്പോൾ ക്ലാഡിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ക്ലാഡിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, റിഫ്ലക്ടറായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത് ടു പ്രിവെൻറ്റ് ദ ലൈറ്റ് എസ്കേപ്പിംഗ് ഫ്രം ദ കോർ. അപ്പോൾ കോറിൽ നിന്നും ലൈറ്റ് എസ്കേപ്പ് ആവാണ്ട് അതിനെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് വിടുക. അതാണ് എൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ക്ലാഡിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. കോറിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു, ഇതിനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുക, ലൈറ്റിനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോവുക. അതായിരുന്നു കോറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ക്ലാഡിംഗ് എന്ന് പറഞ്ഞാലോ, ക്ലാഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്യിക്കുക. ഓക്കെ, ലൈറ്റ് ഈ കോറിൽ നിന്നും എസ്കേപ്പ് ആവാണ്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് കൊണ്ടുപോകുക. അതാണ് ക്ലാഡിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒപ്റ്റിക്കൽ ഫൈബർ യൂസസ് എ ലൈറ്റ് സിഗ്നൽ ഇൻസ്റ്റെഡ് ഓഫ് ഇലക്ട്രോൺസ്, സോ ദർ ഈസ് നോ നോയ്സ് പ്രോബ്ലം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, ലൈറ്റ് അല്ലേ ഈ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അവിടെ ലൈറ്റ് സോഴ്സ് ആണ് നമ്മൾ, അല്ലെങ്കിൽ ലൈറ്റ് സിഗ്നൽ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് അല്ല. സാധാരണ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഏതാണ്, ഇലക്ട്രോൺസിനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ലൈറ്റിനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ അവിടെ എന്തില്ല, നോയ്സ് പ്രോബ്ലംസ് ഒന്നും ഇല്ല. ആൻഡ് ദിസ് സിഗ്നൽ ഈസ് ജനറേറ്റഡ് ബൈ എ ലേസർ ഓർ LED. ഒരു ലേസർ അല്ലെങ്കിൽ LED വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ലേസറിൻ്റെ ആപ്ലിക്കേഷനിൽ പറഞ്ഞതാണ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുള്ള കാര്യം. അതേപോലെ LED ആപ്ലിക്കേഷനിൽ നമ്മൾ പറഞ്ഞു. സോ നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്ന ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ലേസർ അല്ലെങ്കിൽ LED ആണ്. ഇനി ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷന് കുറച്ച് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. എന്താണെന്ന് നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് ഹയർ ബാൻഡ് വിഡ്ത്താണ്. അപ്പോൾ ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഹയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഒരുപാട് ഡേറ്റാസ് നമുക്ക് എന്ത് ചെയ്യും, അറ്റ് എ ടൈം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലെസ് സിഗ്നൽ അറ്റ്യൂനേഷൻ. അതായത് അറ്റ്യൂനേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്നലിൻ്റെ സ്ട്രെങ്ത്, അതായത് നമുക്കറിയാം ട്രാവൽ ചെയ്യുന്നതോറും സിഗ്നലിൻ്റെ സ്ട്രെങ്ത് സാധാരണ കുറഞ്ഞു വരും അല്ലേ. പക്ഷേ ഇവിടെ അറ്റ്യൂനേഷൻ എന്ന് പറയുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന് ഈ സിഗ്നൽസിന് റീജനറേഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ 60 കിലോമീറ്റർ വരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ട്രാവൽ ചെയ്യാൻ പറ്റും. ദെൻ എന്തെങ്കിലും ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് വളരെ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ലൈറ്റ് സിഗ്നൽസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ കൂടെ പോകുന്നത്. അതുപോലെ തന്നെ കോപ്പർ കേബിൾസിനേക്കാളും ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് എന്താണ്, വളരെ ലൈറ്റുമാണ്. മോർ ഇമ്മ്യൂൺ ടു ടാപ്പിംഗ് ദാൻ ദ കോപ്പർ കേബിൾസ്. കോപ്പർ കേബിൾസിനേക്കാളും ടാപ്പിംഗ് ഒക്കെ എന്താണ്, ടാപ്പിങ്ങിന് നേരെ ഇമ്മ്യൂൺ ആണ്.
ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും മെയിൻ്റനൻസിനും എന്താണ് എക്സ്പെർട്ടൈസ് ആവശ്യമാണ്. അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ലൈറ്റ് പ്രൊപ്പഗേഷൻ ഈസ് യൂണി ഡയറക്ഷണൽ. അതായത് നമുക്ക് ഇങ്ങനൊരു കേബിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ബട്ട് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അറ്റ് എ ടൈം ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വിടാൻ പറ്റും. അതാണ് നമ്മൾ പറയുന്നത് എന്താണ്, യൂണി ഡയറക്ഷണൽ ആണല്ലോ. യൂണി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും വേറൊരു കേബിൾ എടുക്കുക, അതിനെന്ത് ചെയ്യുക, ഇതേപോലെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് വിടുക. സോ നമുക്കവിടെ എന്ത് ആവശ്യമുണ്ട്, 2 ഫൈബേഴ്സ് ആവശ്യമുണ്ട് ഫോർ ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ ഇത് കോസ്റ്റ്ലി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.